റൈഫിൾ ക്ലബിലെ ഡയലോഗ് ആണല്ലോ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. മമ്മൂട്ടിയുമായി താരതമ്യം ചെയ്യുന്ന പേരു പറയാത്ത ഒരു നടൻ, തുടുത്ത കവിളുള്ള പ്രണയത്തിന്റെ താജ് മഹൽ തീർക്കുന്ന നായകൻ ഫീൽഡ് ഔട്ട് ആകും എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. എന്നാൽ ഒന്നു പറയട്ടെ, അയാളുടെ അൺബാലൻസ്ഡ് ഷോൾഡറും തുടുത്ത കവിളുകളും മലയാള സിനിമാ ചരിത്രം എന്നോ രേഖപ്പെടുത്തി കഴിഞ്ഞു. അതിനെ താഴ്ത്തിക്കെട്ടാൻ ഇങ്ങനെ എത്ര സിനിമ എടുത്തു പൊട്ടിച്ചാലും വർഗീയ വിഷം നുരയുന്ന ഈ മൗലികവാദികൾക്ക് സാധിക്കില്ല. അയാൾ മലയാളി മനസ്സിൽ ആഴത്തിലുണ്ടാക്കിയ വേരുകളെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാതെ മതസ്പർദ്ധ മാത്രം മുൻനിർത്തി അയാളെ കരിവാരിത്തേക്കാനുള്ള മട്ടാഞ്ചേരി ഒപ്പിയം ടീമിന്റെ ശ്രമങ്ങൾ വിലപ്പോവില്ല എന്നേ ഏതൊരു സാധാരണ മലയാളിക്കും ഈ കഞ്ചാവോളികളോട് പറയാനുള്ളൂ. തരക്കേടില്ലാത്ത അഭിപ്രായമൊക്കെ വന്നിട്ടും റൈഫിൾ ക്ലബ്ബ് എന്ന ആഷിഖ് അബു സിനിമ തിയേറ്ററിൽ സ്വീകരിക്കപ്പെടാതെ പോയതിന്റെ കാരണം മതത്തിന്റെ പേരിലുള്ള ഈ വെറുപ്പ് പടർത്തൽ തന്നെയാണ്. ഇവർ ആദ്യമായല്ല മോഹൻലാലിനെതിരെ ഒരു പ്രോപ്പഗാണ്ട ഉണ്ടാക്കുന്നതും അയാൾക്കെതിരെ ഇല്ലാക്കഥ സിനിമയ്ക്കുള്ളിൽ തിരുകിക്കയറ്റുന്നതും. ദിലീഷ് പോത്തന്റെ സംവിധാനത്തിൽ ആഷിഖ് നിർമ്മിച്ച പടമാണ് മഹേഷിന്റെ പ്രതികാരം. ഫഹദ് ഫാസിലും സൗബിനും പ്രധാന കഥാപാത്രമായി വരുന്ന സിനിമ. അതിൽ കുട്ടി ലാലേട്ടൻ ഫാനാണോ എന്ന് സൗബിൻ ചോദിക്കുന്ന സീനുണ്ട്. ഞാൻ ലാലേട്ടൻ ഫാനാണ്, മമ്മൂക്ക എന്ത് റോൾ വേണേലും ചെയ്യും, ചായക്കടക്കാരൻ, തെങ്ങുകയറ്റക്കാരൻ, പൊട്ടൻ, അങ്ങനെ എന്തും. പക്ഷെ ലാലേട്ടൻ ഉണ്ടല്ലോ, വർമ്മ, നായര്, മേനോൻ, ഇത് വിട്ടൊരു കളിയുമില്ല, ടോപ്പ് ക്ലാസ് ഓൺലി. ആഷിഖ് അബു നിർമ്മിച്ച് മമ്മൂട്ടിയിലൂടെ സിനിമയിൽ വന്ന സൗബിൻ പറയുന്ന ഈ ഡയലോഗ് മമ്മൂട്ടിയെ ഉയർത്തി കാണിക്കാൻ വേണ്ടിയായിരുന്നില്ല. മോഹൻലാലിനെ എങ്ങനെയെങ്കിലും താഴ്ത്തിക്കെട്ടണം എന്ന മതവികാരത്തിന്റെ പേരിൽ മാത്രം എഴുതപ്പെട്ടിട്ടുള്ള ഒന്നാണ്. അങ്ങനെ ഒരു ഡയലോഗിന്റെ ആവശ്യം ആ സിനിമയിൽ ഇല്ലെന്നിരിക്കെ അനവസരത്തിൽ അത് തിരുകിക്കയറ്റിയത് മോഹൻലാലിനോടുള്ള മതസ്പർദ്ധയുടെ പേരിൽ മാത്രമാണ് എന്നേ ചിന്തിക്കാൻ തരമുള്ളൂ. അല്ലാതെ ഈ ടീമിന് മോഹൻലാലിനോട് ശത്രുത തോന്നേണ്ട വേറെ എന്ത് കാര്യമാണ് ഉള്ളതെന്ന് ഈ ഹാഷിഷോളികൾ പറയട്ടെ. സൂപ്പർ താരമായ അന്നുമുതൽ സിനിമയുടെ ജയപരാജയങ്ങൾ ബാധിക്കാത്ത ഒന്നാം നമ്പർ താര പദവിയും അന്നുമുതൽ ഇന്നുവരെ മലയാളത്തിലെ ഏറ്റവും പ്രതിഫലം വാങ്ങുന്ന നടനും മലയാള സിനിമയുടെ എക്കാലത്തെയും ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറുമായ മോഹൻലാൽ എന്ന മലയാള സിനിമയുടെ നെടുംതൂണായി നിൽക്കുന്ന ഒരാളോട് അയാളുടെ മതത്തിന്റെ പേരിൽ അല്ലാതെ എന്ത് സ്പർദ്ധയും ശത്രുതയുമാണ് നിങ്ങൾക്ക് അയാളോടുള്ളത് എന്ന് സാധാരണ മലയാളി പ്രേക്ഷകർക്ക് അറിയാൻ താൽപ്പര്യമുണ്ട്. അടിച്ചുകയറ്റിയ മരുന്നുകളുടെ കെട്ടിറങ്ങുന്ന സമയമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞുതരിക. വളരെ നിഷ്കളങ്കമായി പറഞ്ഞുവെച്ച ആ ഡയലോഗിന് ശേഷം അതിൽ പിടിച്ച് എത്ര ചർച്ചകളാണ് ഇവിടെ നടന്നത്. സവർണൻ എന്ന മുദ്രകുത്തി സമൂഹത്തിൽ തന്നെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമമായിരുന്നു അത്. അവർ ലാലേട്ടനെ കൃത്യമായി ടാർഗറ്റ് ചെയ്യുകയായിരുന്നു. ഒരു കള്ളം പലതവണ പറഞ്ഞാൽ സത്യമാവില്ല. എത്രയെത്ര സൈബർ ആക്രമണങ്ങളാണ് അതിനുശേഷം മോഹൻലാലിന് നേരെ നടന്നത്. സൈബർ ബുള്ളിയിങ് നടത്തുന്ന പ്രൊഫൈലുകൾ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം ഉദ്ദേശം എന്താണ് എന്നുള്ളത്. എന്നിട്ടും മോഹൻലാൽ എന്ന മഹാനടനെ വീഴ്ത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല. അത്രമാത്രം മലയാളികൾക്ക് ലാൽ പ്രിയപ്പെട്ടവനാണ്. എങ്കിലും കുറച്ചു കാലമായി അത്തരം ശ്രമം ഒരു കോണിൽ നിന്ന് ഉയരുന്നുണ്ട് എന്നുള്ളത് മലയാളി സമൂഹത്തിൽ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇവർ വർഗീയത ആളിക്കത്തിച്ച് മമ്മൂട്ടി, മോഹൻലാൽ എന്ന നടന്മാരെ രണ്ട് കോണിലാക്കി ചോര കുടിക്കുന്ന ആട്ടിൻ ചെന്നായക്കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവസാനം അയാൾ സംവിധാനം ചെയ്ത സിനിമയിലും ഒരു മമ്മൂട്ടി കേമൻ, എന്നാൽ പ്രണയമൊക്കെ അഭിനയിക്കുന്ന തുടുത്ത കവിളുള്ള നായകൻ മോശം എന്ന കമന്റ് കുത്തിക്കേറ്റിയിരിക്കുന്നു. എന്നാൽ ഇവർ പറയുന്നതിൽ എന്തേലും സത്യമുണ്ടോ? മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ എടുത്തുനോക്കിയാൽ ക്ഷത്രിയനായ നരസിംഹ മന്നാടിയാരും, ന്യൂഡൽഹിയിലെ കൃഷ്ണമൂർത്തിയും, പെരുമാളും, നായർ സാബും, അയ്യർ ദി ഗ്രേറ്റിലെ സൂര്യനാരായണ അയ്യരും, മഴയെത്തും മുൻപേയിലെ നന്ദകുമാർ വർമ്മയും, മാധവനുണ്ണിയും, സേതുരാമയ്യർ CBIയും ഉൾപ്പെടെ നിരവധി ടോപ്പ് ക്ലാസ് കഥാപാത്രങ്ങൾ കാണാം. രണ്ടുപേരും നിരവധി അത്തരം കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും എന്തേ മമ്മൂട്ടിയെ അങ്ങനെയൊരു വിമർശനത്തിൽ ഇവർ എത്തിച്ചില്ല? മതം തന്നെയാണ് കാരണം എന്ന് മലയാളികൾ സംശയിച്ചാൽ കുറ്റം പറയാനൊക്കില്ല. ഓട്ടോയിലെ സുധി, കിരീടത്തിലെ സേതുമാധവൻ മുതൽ ഒടുക്കം ജോർജ് കുട്ടി വരെ എത്രയെത്ര സാധാരണക്കാരനായി ലാലേട്ടൻ നമുക്ക് മുന്നിൽ എത്തിയിട്ടുണ്ട്. എന്നിട്ടും ലാലേട്ടൻ ടോപ്പ് ക്ലാസ് മാത്രം ചെയ്യുന്നവൻ എന്ന് ഒരു ഉളുപ്പുമില്ലാതെ നമ്മളോട് അവർ പറഞ്ഞു. പ്രബലരായ ഈ വർഗീയ ശക്തികൾ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുന്ന നരേറ്റീവ് വ്യക്തമാണ്. പയ്യെ മോഹൻലാലിനെ ജനങ്ങളിൽ നിന്നും അകറ്റുക. ജനങ്ങൾക്കിടയിൽ തുടർച്ചയായി ഇവരുടെ സിനിമകളിലൂടെ ലാൽ മോശം എന്ന ഒരു വികാരം ജനിപ്പിച്ചു വിദ്വേഷത്തിന്റെ വിത്തുപാകുക. അതിൽ അവർ വിജയിക്കുന്നുണ്ട്. മോഹൻലാൽ ഇതിനെതിരെ ഒന്നും പ്രതികരിക്കില്ല. അയാൾ ഇതൊന്നും മൈൻഡ് പോലും ചെയ്യില്ല. ബട്ട് സത്യം പറയേണ്ട ചുമതല അദ്ദേഹത്തെ ചെറുപ്പം മുതൽ കണ്ടു വളർന്ന നമുക്കുണ്ട്. അവരുടെ കരങ്ങൾ വലുതാണ്. എന്നാലും സത്യം നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇനിയും എത്ര തവണ വർഗീയവാദികൾ അവരുടെ സിനിമകളിൽ തന്നെ അയാൾക്കെതിരെയായി ഇത്തരത്തിൽ പലതും ഒളിച്ചും തെളിച്ചും പറയും, വിദ്വേഷങ്ങൾ പ്രചരിപ്പിക്കും. പക്ഷേ അതിനൊക്കെ മുകളിൽ പറക്കാനുള്ള ഒന്ന് അയാളുടെ കയ്യിലുണ്ട്: മലയാളികളുടെ സ്നേഹം. എത്ര കള്ളങ്ങൾ പ്രചരിപ്പിച്ചാലും വിവാദങ്ങളുണ്ടാക്കിയാലും സിനിമകൾ പരാജയപ്പെട്ടാലും ഒരൊറ്റ നല്ല സിനിമ എന്ന അഭിപ്രായം വന്നാൽ പിന്നെ
ഇയാളുടെ സിനിമയ്ക്ക് ജനം വരുന്ന പോലെ മറ്റൊരാളുടെ സിനിമയ്ക്കും ആള് കേറില്ല എന്നത് ഇവർക്ക് നന്നായി അറിയാം. അതന്നെയാണ് ഈ വിരോധികളെ ചൊടിപ്പിക്കുന്നതും. ഇനിയും മട്ടാഞ്ചേരി സിനിമകൾ വരട്ടെ, മോഹൻലാലിനെ ഇകഴ്ത്തട്ടെ. ഞങ്ങൾ സത്യം പറയും, ബാക്കി കാലം തെളിയിക്കട്ടെ. നിങ്ങൾ മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രേക്ഷകനാണെങ്കിൽ ചാനൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള കോണ്ടന്റുകൾ നിർമ്മിക്കുന്ന ചാനലാണ്. അതുകൊണ്ട് തന്നെ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഹൻലാൽ കഥാപാത്രം ഏതാണെന്നും എന്തുകൊണ്ടാണ് ആ കഥാപാത്രത്തെ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നതും എന്നും കമന്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ആളുകൾ നിർദ്ദേശിക്കപ്പെടുന്ന ലാൽ കഥാപാത്രം ഏതാണ് എന്ന് നോക്കാം. അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് ഞങ്ങളുടെ വക ഒരു ചെറിയ സർപ്രൈസ് കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത കണ്ടന്റുമായി വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി.